നമ്മളെപ്പോഴും പറയാറുള്ളതാണ് ചെയ്യേണ്ടതായിരുന്നു, പോകേണ്ടതായിരുന്നു, വരേണ്ടതായിരുന്നു, സമയം ചിലവാക്കേണ്ടതായിരുന്നു എന്നൊക്കെ അല്ലേ. അപ്പോൾ ഇതെങ്ങനെ പറയാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പം നിങ്ങളിവിടെ പഠിച്ചു വെക്കേണ്ടത് ഷുഡ് ഹാവ് എന്നൊരു പ്രയോഗമാണ്. ഷുഡ് ഹാവ്, ആ ഷുഡ് ഹാവ് ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ വെർബിൻ്റെ മൂന്നാമത്തെ ഫോം ആയിരിക്കണം ചേർക്കേണ്ടത്. അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾ ഞാനിവിടെ കൊടുക്കാം. അതായത് ഇപ്പോൾ ഹെൽപ്ഡ് മൂന്നാമത്തെ ഫോം, ഗോ, വെൻറ്റ്, ഗോൺ. ഓക്കെ, മിക്കവാറും എല്ലാം ED ഫോം ആയിരിക്കും. പിന്നെ ഈറ്റ്, ഏറ്റ്, ഈറ്റൻ, ഇങ്ങനെയുള്ള V3 ഫോമാണ് നമ്മൾ ഷുഡ് ഹാവിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ പറയാണ് നീ നന്നായി പഠിക്കേണ്ടതായിരുന്നു. നീ നന്നായി ആരോടാ പറയുന്നത്? ഒരാളോട് പറയണം. അപ്പം നീ എന്നുള്ളത് യു ആണ്. പഠിക്കേണ്ടതായിരുന്നു എന്നുള്ളതിന് നമ്മൾ മുമ്പേ പറഞ്ഞ് ഷുഡ് ഹാവ് ചേർക്കണം. യു ഷുഡ് ഹാവ്, പഠിക്കുക എന്നുള്ളത് സ്റ്റഡി അല്ലേ, അതിൻ്റെ V3 എന്താണ്? സ്റ്റഡീഡ്. യു ഷുഡ് ഹാവ് സ്റ്റഡീഡ്. എങ്ങനെ? നന്നായി. യു ഷുഡ് ഹാവ് സ്റ്റഡീഡ് എന്ന് പറഞ്ഞാൽ നീ പഠിക്കേണ്ടതായിരുന്നു. നന്നായി എന്ന് പറയുമ്പോൾ വെൽ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ ചെയ്യേണ്ടതായിരുന്നു, പറയേണ്ടതായിരുന്നു, പോകേണ്ടതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ ചേർക്കേണ്ടത് ഷുഡ് ഹാവ് പ്ലസ് V3 ഫോമാണ്. ഇപ്പോൾ പറയണം അവർ അവിടെ പോകേണ്ടതായിരുന്നു. അവർ ദേ. ഷുഡ് ഹാവ് പോകുക എന്നുള്ളതിന് ഗോയാണ്. ഷുഡ് പോകേണ്ടതായിരുന്നു പറയുമ്പോൾ ഷുഡ് ഹാവ് ഗോൺ, പോകേണ്ടതായിരുന്നു. എവിടെ? ദെയർ, അവിടെ. ദേ ഷുഡ് ഹാവ് ഗോൺ ദെയർ. എന്താണ്? ദേ ഷുഡ് ഹാവ് ഗോൺ ദെയർ. നീ ക്രിക്കറ്റ് കളിക്കേണ്ടതായിരുന്നു. യു ഷുഡ് ഹാവ് പ്ലേഡ്. ഷുഡ് എന്നൊക്കെ ഞാൻ എടുത്തു പറയുകയാണ്, അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഷുഡ് ഹാവ് പ്ലേഡ് ക്രിക്കറ്റ്. യു ഷുഡ് ഹാവ് പ്ലേഡ് ക്രിക്കറ്റ്. ഓക്കെ, യു ഷുഡ് ഹാവ് പ്ലേഡ് ക്രിക്കറ്റ്. അതുപോലെ ഇപ്പോൾ ഞാൻ പറയാണ് നീ അത് പറയരുതായിരുന്നു എന്നാണെങ്കിലോ, പറയുക എന്ന് പറയുമ്പം സേ ആണ്, അല്ലെങ്കിൽ സേ ആണ്. അതിന് പറയരുത് എന്നുള്ളത് ഡോണ്ട് സേ. എന്നാൽ പറയരുതായിരുന്നു എന്ന് വരുമ്പം ഷുഡിൻറ്റ് ഹാവ് സെഡ് എന്ന് വരും. ഓക്കെ, ഷുഡിൻ്റെ നീ പറയേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ ഷുഡ് ഹാവ് സെഡ്. പറയരുതായിരുന്നു എന്നാകുമ്പം ഷുഡിൻറ്റ് ഹാവ്. യു ഷുഡിൻറ്റ് ഹാവ് സെഡ് സോ. നീ അത് പറയരുതായിരുന്നു. ഓക്കെ, നീ ആ പാഠം പഠിക്കേണ്ടതായിരുന്നു. നീ യു ഷുഡ് ഹാവ് സ്റ്റഡീഡ് ദാറ്റ് ലെസൺ. നീ ആ പാഠം പഠിക്കേണ്ടതായിരുന്നു. യു ഷുഡ് ഹാവ് സ്റ്റഡീഡ് ദാറ്റ് ലെസൺ. ഇപ്പോൾ മുമ്പ് ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ച ഐ വുഡ് ലൈക്ക് ടു ആണ്, അത് മറന്നു പോയിട്ടില്ലല്ലോ. ഐ വുഡ് ലൈക്ക് ടു ഗോ, ഐ വുഡ് ലൈക്ക് ടു ഹെൽപ്പ്, ഇങ്ങനെയുള്ളത്. അതായത് എനിക്ക് താല്പര്യമുണ്ട്, എനിക്ക് പോകാൻ താല്പര്യമുണ്ട്, എനിക്ക് സഹായിക്കാൻ. ചിലപ്പം അതും ഇതുമൊക്കെ നിങ്ങൾ ആ ഓരോരോ രീതിയിൽ പറയുന്നത് അന്നന്ന് പഠിച്ച് അന്നന്ന് ആ എക്സസൈസ് കൂടി ചെയ്താൽ, അപ്പോൾ അവസാനമുള്ള ആ എക്സസൈസ് മറന്നു പോകരുത്. ആ എക്സസൈസ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോവുക, എഴുതി വെക്കുക. എന്നിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ഇതിലേക്ക് വരാം. ഇതിന് മുമ്പുള്ള വീഡിയോകളൊക്കെ ഒന്ന് നോക്കുക. അത് കണ്ടിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക, ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ്. ഓക്കെ, അപ്പോൾ അവൻ പോകേണ്ടതായിരുന്നു എന്ന് പറയുമ്പം ഹി ഷുഡ് ഹാവ് ഗോൺ. കണ്ടോ, ഹി ഷുഡ് ഹാവ്. അവിടെ നമ്മൾ ഗോ പഠിച്ചാൽ മതി, ബാക്കി ഗോയുടെ തേർഡ് ഫോം ഗോൺ ആണെന്നറിയാലോ. ഷുഡ് ഹാവ്, അപ്പം പോകേണ്ടതായിരുന്നു, വരേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ ഷുഡ് ഹാവ് പ്ലസ് V3 ആണെന്ന് മനസ്സിലാക്കിയാൽ അതിനൊരു ബുദ്ധിമുട്ടുമില്ല. യു ഷുഡ് ഹാവ് ഗോൺ. ഓക്കെ, എന്നാലും അവൻ പോകണമായിരുന്നോ എന്നാണെങ്കിൽ എല്ലാ ക്ലാസ്സിലും ഞാൻ പറയാറുണ്ട്, ക്വസ്റ്റ്യൻ വരുമ്പോൾ അല്ലെങ്കിൽ SO ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ ഓക്സിലറി വെർബ് ആദ്യം എഴുതുക. അപ്പോൾ എന്ത് വരും? ഷുഡ് ഹി ഹാവ് ഗോൺ. അവൻ അവിടെ പോകണമായിരുന്നു. ഷുഡ് ഹി ഹാവ് ഗോൺ. അപ്പം അവൻ പോകണമായിരുന്നു, പോകേണ്ടതായിരുന്നു പറയുമ്പോൾ ഹി ഷുഡ് ഹാവ് ഗോൺ. അവൻ പോകണമായിരുന്നോ എന്നാണെങ്കിൽ ഷുഡ് ഹി ഹാവ് ഗോൺ. എന്നാൽ അവൻ പോകരുതായിരുന്നു, പോകരുതായിരുന്നു പറയുമ്പോൾ അവിടെ ഒരു സ്വരമുണ്ട്, അത് മനസ്സിലാക്കുക. പോകരുതായിരുന്നു, ഹി ഷുഡിൻറ്റ് ഹാവ് ഗോൺ. ഹി ഷുഡിൻറ്റ് ഹാവ് ഗോൺ. അവൻ പോകരുതായിരുന്നോ എന്നാണെങ്കിൽ ഷുഡിൻറ്റ് ഹി ഹാവ് ഗോൺ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കൂ, അവൻ പോകേണ്ടതായിരുന്നു, ഹി ഷുഡ് ഹാവ് ഗോൺ. അവൻ പോകണമായിരുന്നു, ഷുഡ് ഹി ഹാവ് ഗോൺ. അവൻ പോകരുതായിരുന്നു, ഹി ഷുഡിൻറ്റ് ഹാവ് ഗോൺ. അവൻ പോകരുതായിരുന്നു, ഷുഡിൻറ്റ് ഹി ഹാവ് ഗോൺ. ഓക്കെ ആണോ?
ഇനി അടുത്തത് ഇത് തന്നെ ഇപ്പോൾ പറയാണ് കുറേ പുതിയ പുസ്തകങ്ങൾ വാങ്ങിക്കേണ്ടതായിരുന്നു. അപ്പോൾ എന്തുവരും? പുതിയ പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ ന്യൂ ബുക്സ് ആണ് വാങ്ങിക്കുക എന്നുള്ളത്. ബൈ ആണ്. ബൈയുടെ V3 ഫോം ബോട്ടാണ്. യു ഷുഡ് ഹാവ് ബോട്ട് സം ന്യൂ ബുക്സ്. യു ഷുഡ് ഹാവ് ബോട്ട് സം ന്യൂ ബുക്സ്. എന്നാൽ അവൾ കുറേ പുതിയ പുസ്തകങ്ങൾ വാങ്ങിക്കേണ്ടതായിരുന്നു എന്നുള്ളത് വാങ്ങേണ്ടതായിരുന്നോ എന്നാണെങ്കിൽ ഷുഡ് യു ഹാവ് ബോട്ട് സം ന്യൂ ബുക്സ്. ഷുഡ് യു ഹാവ് ബോട്ട് സം ന്യൂ ബുക്സ്. വാങ്ങരുതായിരുന്നു എന്നാണെങ്കിൽ യു ഷുഡിൻറ്റ് ഹാവ് ബോട്ട് സം ന്യൂ ബുക്സ്. നീ പുസ്തകങ്ങൾ വാങ്ങരുതായിരുന്നോ എന്നാണെങ്കിൽ ഷുഡിൻറ്റ് യു ഹാവ് ബ്രോട്ട് സം ന്യൂ ബുക്സ്. ബോട്ട് സം ന്യൂ ബുക്സ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഷുഡ് ഹാവ് പ്ലസ് V3 വരുമ്പം പോകേണ്ടതായിരുന്നു, വരേണ്ടതായിരുന്നു, കഴിക്കേണ്ടതായിരുന്നു, പറയേണ്ടതായിരുന്നു എന്ന് വരും. ഇപ്പം നീ നിൻ്റെ അമ്മയെ അനുസരിക്കേണ്ടതായിരുന്നു. യു ഷുഡ് ഹാവ് ഒബെയ്ഡ് യുവർ മദർ. യു ഷുഡ് ഹാവ് ഒബെയ്ഡ്. ഒബേ എന്ന് പറയുമ്പോൾ അനുസരിക്കുകയാണ്. അനുസരിക്കേണ്ടതായിരുന്നു എന്ന് പറയുമ്പം ഷുഡ് ഹാവ് ഒബെയ്ഡ്. നീ അനുസരിക്കേണ്ടതായിരുന്നു. യു ഷുഡ് ഹാവ് ഒബെയ്ഡ്. അമ്മയെ യുവർ മദർ, നിൻ്റെ അമ്മയെ. അപ്പം അങ്ങനെ ഓരോന്നും എഴുതുമ്പോഴും നിങ്ങൾ ആ സബ്ജക്റ്റും അതിലുള്ള വെർബും ഓബ്ജക്റ്റും മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ മനസ്സിലാക്കിയാൽ വളരെ നന്നായിട്ട് പെട്ടെന്ന് എഴുതാൻ പറ്റും. ഓക്കെ. ഷുഡ് ഹാവ് പ്ലസ് V3 എന്ന് വരുമ്പം നീ പോകേണ്ടതായിരുന്നു, വരേണ്ടതായിരുന്നു, കഴിക്കേണ്ടതായിരുന്നു, ഇരിക്കേണ്ടതായിരുന്നു എന്ന രീതിയിലാണ് അവിടെ എഴുതുന്നതെന്നുള്ള ഒരു ഓർമ്മ നിങ്ങൾക്കുണ്ടായാൽ മതി. ഓക്കെ. ഇപ്പം ഞാൻ പറഞ്ഞു നീ നന്നായി പഠിക്കേണ്ടതായിരുന്നു. യു ഷുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ. നീ പഠിക്കരുതായിരുന്നു എന്നാണെങ്കിൽ യു ഷുഡിൻറ്റ് ഹാവ്. ഇപ്പം എക്സാമൊക്കെ ഡിഫിക്കൽട്ട് ആണെങ്കിൽ നീ പഠിക്കണ്ടായിരുന്നു എന്ന് വരത്തില്ല. അപ്പം പഠിക്കരുതായിരുന്നു എന്ന് വരത്തില്ല. അതാണ് യു ഷുഡിൻറ്റ് ഹാവ് സ്റ്റഡീഡ് വെൽ. അപ്പം നീ പഠിക്കണമായിരുന്നോ? ഷുഡ് യു ഹാവ് സ്റ്റഡീഡ് വെൽ. നീ നന്നായി പഠിക്കരുതായിരുന്നോ എന്നാണെങ്കിൽ ഷുഡിൻറ്റ് യു ഹാവ് സ്റ്റഡീഡ് വെൽ. കണ്ടോ? ഇപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നന്നായിട്ട്. ഷുഡ് ഹാവ് പ്ലസ് V3. അപ്പം ഇനി നമുക്ക് നമ്മുടെ എക്സസൈസ് ഒന്ന് നോക്കാം. അവൾ കഠിനമായി അധ്വാനിക്കേണ്ടതായിരുന്നു. അവൾ കഠിനമായി അധ്വാനിക്കേണ്ടതായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അവൻ ആകേണ്ടതായിരുന്നു എന്നതാണെന്നുള്ള ഒരു ഓർമ്മയിൽ അത് ചെയ്യുക. അവൾ കഠിനമായി അധ്വാനിക്കേണ്ടതായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മേരി യോഗത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, ഞാൻ അവനോട് പറയേണ്ടതായിരുന്നു. ഞാൻ അവനോട് പറയേണ്ടതായിരുന്നു. നിങ്ങൾ അവനെ സഹായിക്കരുതായിരുന്നു. നിങ്ങൾ അവനെ സഹായിക്കരുതായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അവൾ സ്കൂളിൽ പോകണമായിരുന്നു. അവൾ സ്കൂളിൽ പോകണമായിരുന്നു. അവൻ പാഠങ്ങൾ പഠിക്കരുതായിരുന്നു. അവൻ പാഠങ്ങൾ പഠിക്കരുതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫ്രേസസ് മനസ്സിലാക്കി തന്നെ പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ഇത് മാക്സിമം പറഞ്ഞ് സംസാരിക്കാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ ഈ എക്സസൈസുകൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. പുതിയ വീഡിയോകൾക്കായി വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.